ആദി, ഒരു മിനിറ്റ്. അവൻ ആദ്യം നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. അവൻ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ, ആരാ? നമ്പർ കണ്ട് കാശി സംശയത്തോട് ചോദിച്ചു. കാശിനാഥനല്ലേ? അയാൾ തിരികെ ചോദിച്ചു. അതേലോ, ആരാ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാ. നിങ്ങളിവിടെ കൊടുത്ത കൊലപാതക കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാ, അയാൾ പറഞ്ഞു. ആ സർ, പറയ്, എന്തേലും വിവരം കിട്ടിയോ? കാശി, ഞങ്ങൾ ഇന്നലെ ആ ദാമോദരൻ്റെ വീട്ടിലൊന്ന് പോയിരുന്നു. അയാളെ ഇന്നലെ കണ്ട് ഞങ്ങൾ ഇന്ന് ചോദിച്ചപ്പോൾ അയാളിൽ നിന്ന് പരുങ്ങുമായിരുന്നു. അങ്ങനെ സംശയം തോന്നി ഞങ്ങൾ അയാളെ അങ്ങ് അറസ്റ്റ് ചെയ്തു, അയാൾ മറുപടി പറഞ്ഞു. എന്നിട്ട്? കാശി സംശയത്തോട് ചോദിച്ചു. അയാളെ ഇവിടേക്ക് കൊണ്ടുവന്നു. പക്ഷെ അയാളെ ഒരു വക്കീൽ വന്ന് ജാമ്യത്തിലെടുത്തു. പ്രോപ്പർ എവിഡൻസ് ഇല്ലാതെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഒന്നുകിൽ നമുക്ക് പ്രോപ്പർ എവിഡൻസ് വേണം, അതല്ലെങ്കിൽ സാക്ഷികൾ. ഇത് രണ്ടും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാശി. കോടതിയിൽ വേണ്ടത് സാക്ഷിമൊഴികളും തെളിവുകളുമാണ്. നമ്മൾ വെറുതെ സംശയങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ശരിയാവില്ല. അപ്പോൾ സാറെന്താ പറഞ്ഞു വരുന്നേ? കാശി വീണ്ടും ചോദിച്ചു. ദാമോദരൻ എന്നയാൾക്ക് എന്തൊക്കെയോ അറിയാം, അല്ലെങ്കിൽ അയാൾക്കും അതിൽ പങ്കുണ്ട്. അയാൾക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. അല്ലെങ്കിൽ പിന്നെ ഉടനെ വക്കീൽ അയാളെ ഇറക്കാൻ വേണ്ടി വരില്ലല്ലോ, അയാൾ സംശയത്തോടെ പറഞ്ഞു. എനിക്കും അയാളെ തന്നെയായിരുന്നു സാർ സംശയം. പക്ഷെ ഇപ്പോൾ സാർ പറയുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് പിന്നിൽ ആരോ കളിക്കുന്നത് പോലെ എനിക്കും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അതുണ്ട്, അയാൾക്ക് പിന്നിൽ ആരോ ഉണ്ട്. പക്ഷെ കാശി, വേറൊരു കാര്യം കൂടി. അയാൾ ഇവിടെ നിന്നും തിരികെ വീട്ടിലെത്തിയിട്ടില്ല. അതായത് അയാളിപ്പോൾ മിസ്സിംഗ് ആണ്. അയാൾ പറഞ്ഞതും കാശി ഞെട്ടി. വാട്ട്, മിസ്സിങ്ങോ? ആ വക്കീലിനോട് സാർ അന്വേഷിച്ചില്ലേ? കാശി വീണ്ടും ചോദിച്ചു. അന്വേഷിച്ചു. അയാൾ പറഞ്ഞത് അയാളെ ഇവിടുന്ന് ഇറക്കിയിട്ട് അയാൾ കാറിൽ തിരികെ പോയെന്നാ. വീട്ടിലേക്കാക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ആള് വരുമെന്ന് അയാൾ പറഞ്ഞെന്ന്. പിന്നെ ദാമോദരനെ കണ്ടില്ലെന്നാ അയാളും പറയുന്നത്. ആ പോലീസുകാരൻ വീണ്ടും കാശിയോട് പറഞ്ഞു. അപ്പോൾ ആ വക്കീലിനെ ഏർപ്പാട് ചെയ്തതാരാ? അത് ചോദിച്ചില്ലേ? ചോദിച്ചു. ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് അയാൾക്ക് കോൾ വന്നതെന്ന്. എന്നിട്ട് ദാമോദരനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കണമെന്നും അതിനുള്ള പണം അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കുമെന്നും പറഞ്ഞു. അത്രയും പറഞ്ഞ് ഫോൺ വെച്ചതിന് പുറകെ അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസയും ചെന്നിരുന്നു. പിന്നെ അയാളുടെ പണി അയാൾ ചെയ്തു. അതിനപ്പുറം ഒന്നും അയാൾക്ക് അറിയില്ലെന്നാണ് പറയുന്നത്. സാരമില്ല സാർ, എന്നായാലും സത്യങ്ങളൊക്കെയും പുറത്തു വരില്ലേ, നമുക്ക് നോക്കാം. ഞാനിനി എന്തൊക്കെ സംഭവിച്ചാലും ആ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല. അയാൾ എത്ര നാൾ അവിടെ ഒളിച്ചിരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം, കാശി ദേഷ്യത്തോടെ പറഞ്ഞു. അതേ കാശി, ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ട സപ്പോർട്ടൊക്കെ തരാം, അയാളും പറഞ്ഞു. താങ്ക് യു സോ മച്ച് സർ, കാശി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അവൻ ഫോൺ വെച്ചിട്ട് ആദ്യം നോക്കി. ആദ്യ സംശയത്തോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അവനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. സോറി ആദി, അർജന്റ് കോളായിരുന്നു, ഒന്നും മനസ്സിലായില്ല അല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആദി, പാറുവിനെ എനിക്ക് എങ്ങനെയാണെന്നറിയോ കിട്ടുന്നത്? ഒരിക്കൽ പൈസ വാങ്ങാൻ ഞാൻ ദാമോദരൻ എന്ന ആളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ വെച്ചാൽ ഞാൻ എൻ്റെ പാറുവിനെ കാണുന്നത്. അതും പറഞ്ഞ് കാശി അന്ന് അവളെ കാണാനുണ്ടായ സാഹചര്യവും അവൾ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞു. ആദിക്ക് ദാമോദരൻ അങ്ങനെ അവളോട് പെരുമാറി എന്നുള്ളത് ആദ്യത്തെ അറിവായിരുന്നു. പിന്നെ അവളുടെ അച്ഛനും അമ്മയും മരിച്ചതൊക്കെ ആദിക്ക് അറിയാമായിരുന്നല്ലോ. ആദി, പാറുവിൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിനു മാത്രം പ്രശ്നങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. തന്നെയല്ലടോ, അവളെ ഒറ്റയ്ക്കാക്കി അവരെന്തിനങ്ങനെ ചെയ്യണം? അവളെ ആര് നോക്കൂന്നൊക്കെ അവർ ചിന്തിക്കില്ലേ? പിന്നെ എന്തിന്? അവൾക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്നും ആരും വരില്ലെന്നും ചെയ്തവർക്കറിയായിരുന്നു. അതുകൊണ്ട് ഇത്രയും നാൾ അവർ സേഫായിട്ടിരുന്നു, കാശി അവനെ നോക്കി പറഞ്ഞു. ആദ്യം അതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു. അവൻ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അവന് ഇപ്പോഴായിരുന്നു അറിഞ്ഞത്. ഇപ്പോൾ അവർ വിളിച്ചെന്തിനാ? എന്തെങ്കിലും വിവരം കിട്ടിയോ? ആദി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ലടോ, അത് പറയാനാ വിളിച്ചേ. ആ ദാമോദരൻ മാത്രമല്ല അതിൽ പങ്കാളി, അതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്, കാശി അവനെ നോക്കി പറഞ്ഞു. ആദ്യം അതിനൊന്നും മൂളി. അതിരിക്കട്ടെ, നീ എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? കാശി സംശയത്തോടെ ചോദിച്ചു. അത് കാശി, അവൻ പറയാനായിട്ട് തുടങ്ങിയതും പാറു അങ്ങോട്ടേക്ക് വന്നു. അവളെ കണ്ട് ആദ്യം നിർത്തി. കാശിയേട്ടാ, അവൾ വിളിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്താടാ? കാശി അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിലൊന്ന് തലോടി. കഴിക്കാം, ബാ, ദേ അനന്തേട്ടൻ എല്ലാം എടുത്തു വെച്ചു, അവൾ പറഞ്ഞതും അവൻ തലയാട്ടി. വരാട്ടോ, ദേ നിന്റെ ആദ്യേട്ടനുണ്ടല്ലോ എന്തോ പറയാനുണ്ടെന്ന് കാശി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എന്താ ആദ്യേട്ടാ പറയാനുള്ളത്? സീക്രട്ടാണോ? അവൾ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല, ആദ്യം അവളെ നോക്കി പറഞ്ഞു. ആ, അപ്പം സീക്രട്ടാണ്, അതുകൊണ്ടല്ല എന്നോട് പറയാത്തത്, അവൾ കൈ ചൂണ്ടി കുഞ്ഞു കുട്ടികളെ പോലെ പറഞ്ഞതും കാശി ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി. ആദ്യമായിട്ട് സീക്രട്ട് പറഞ്ഞാലും കാശിയേട്ടൻ എന്നോട് പറയും. ഞാനും എൻ്റെ കാശിയേട്ടനും തമ്മിൽ ഒരു സീക്രട്ടും ഇല്ല, അല്ലേ കാശിയേട്ടാ? അവൾ കൊഞ്ചിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടി. ആദ്യം അവരെ തന്നെ നോക്കുകയായിരുന്നു. കാശി അവളെ കുഞ്ഞുങ്ങളെ പോലെയാ നോക്കുന്നതെന്ന് ആദിക്ക് തോന്നി. പിള്ളേര് കൊഞ്ചുന്നത് പോലെയാ കാശിയോട് അവൾ കൊഞ്ചുന്നത്. കാശി വാ, അനന്തനും അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് വന്നു. ദാ വരുന്നടാ.
വാ ആദി, നമുക്ക് കഴിച്ചിട്ട് സംസാരിക്കാം, കാശി പറഞ്ഞതും ആദി തലയാട്ടി. കാശിയും പാറുവും മുൻപേ നടന്നതും ആദി പുറകെയും നടന്നു. അപ്പോഴും ആദി അവരെ നോക്കുകയായിരുന്നു. അവൾ എന്തൊക്കെയോ കൊഞ്ചി അവനോട് പറയുന്നുണ്ട്. അവൻ അതിനൊക്കെ ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. കാശിയേട്ടാ, ഫുഡ് കഴിക്കാനിരുന്നതും അവൾ കാശിയുടെ അടുത്തിരുന്ന് കൊഞ്ചി. എന്താ പാറു, എനിക്ക് വാരി തരുവോ? അവൾ കൊഞ്ചി. അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് ഇലയിൽ നിന്ന് വാരിക്കൊടുത്തു. എല്ലാവരും അവരെ തന്നെ നോക്കുകയായിരുന്നു. അനന്തനും ലച്ചുവും പിന്നെ അതെപ്പോഴും കാണുന്നതുകൊണ്ട് അവർക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവര് അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശിവയാണെങ്കിൽ കണ്ണെടുക്കാതെ അവരെ രണ്ടുപേരെ നോക്കി, പിന്നെ ആദിയെയും. അവനും അവരെ നോക്കി എന്തോ ഒരു തരം വികാരത്തിലിരിക്കുകയായിരുന്നു. അത് കണ്ടതും എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവർ ഫുഡൊക്കെ കഴിഞ്ഞിരുന്നതും ശിവയുടെ അമ്മ ആദിയെ വിളിച്ചു. നേരത്തെ ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നുവെന്നും അങ്ങോട്ടേക്ക് വരാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ആദി വരാമെന്ന് പറഞ്ഞ് കാശിയോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി. ആദി, നീ എന്താ നേരത്തെ എന്നോട് പറയാൻ വന്നത്? കാശി വീണ്ടും ചോദിച്ചു. അത് പറയാം കാശി, ഞാൻ വിളിക്കാം. ആദി പറഞ്ഞതും കാശി തലയാട്ടി. എന്തോ അർജൻറ്റായിട്ടുള്ള കാര്യമാണെന്ന് കാശിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ആദ്യേട്ടാ, ശിവേച്ചി ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ നോക്കണേ, പാറു അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവരും തലയാട്ടിയിരുന്നു. ആദി ശിവയും അവരോട് യാത്ര പറഞ്ഞിറങ്ങി. ശിവയുടെ അച്ഛനെ കാണാനും മറ്റുമായിട്ട് അവരൊരിക്കൽ അങ്ങോട്ടേക്ക് വരാമെന്ന് കാശി പറഞ്ഞു. കാറിൽ കയറിയിട്ടും ആദി പാറുവിനെ നോക്കി. അവൾ അപ്പോഴും അവളുടെ കാശിയേട്ടനെ നെഞ്ചോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. ആദ്യേട്ടാ, കാറിൽ തിരികെ പോകുകയായിരുന്ന ആദിയെ നോക്കി ശിവ വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ എന്നോട്? അവൾ സംശയത്തോട് ചോദിച്ചു. അവനൊന്ന് മൂളി. ഏട്ടൻ്റെ മനസ്സിൽ എന്താ? എന്താ ശിവ? അവനും തിരികെ ചോദിച്ചു. ഏട്ടൻ എല്ലാം മനഃപൂർവ്വം ചെയ്തതാണോ, അതോ ഇതൊക്കെ യാദൃശികമായിട്ട് സംഭവിച്ചതാണോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ നെറ്റിച്ചുളിച്ചു. നീ എന്തിനെപ്പറ്റിയാ ശിവ പറയുന്നേ? എല്ലാം ആദ്യേട്ടാ, അന്ന് കാശിയേട്ടന് ആക്സിഡൻറ്റ് സംഭവിച്ചതും ഇന്ന് ബർത്ത്ഡേ എല്ലാം, അവൾ ചോദിച്ചു. ശിവ, സത്യമായിട്ട് ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. അന്ന് ഞാൻ അറിയാതെയാ കാശിയുടെ ബൈക്കിൽ ചെന്നിടിച്ചത്. അന്ന് വേണമെങ്കിൽ എനിക്ക് കാശിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയില്ല. ഞാനവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ എടുത്ത് ഞാനവനെ വിളിച്ചു പറഞ്ഞു. അവനും ചിന്മയും ഒക്കെ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്നും മടങ്ങിയത്. അതിൻ്റെ പിറ്റേന്ന് ഞാൻ കാശിയെ കാണാൻ അവിടെ ചെന്നിരുന്നു. അപ്പോഴവർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ കൂടുതൽ അറിയുന്നത്. അവർ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളെ അവനൊരു കുഞ്ഞു കുട്ടിയെ നോക്കുന്നത് പോലെയാണ് നോക്കുന്നത്. ഞാൻ അറിയാതെ തന്നെ നോക്കി നിന്നുപോയി അവരെ. അന്ന് ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അവൾ എൻ്റെ അടുത്ത് വന്ന് നമ്പർ വാങ്ങിയത്. അന്ന് എന്നോട് പറഞ്ഞിരുന്നു കാശിയുടെ ബർത്ത്ഡേ ആണെന്നും വരണമെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാനത് പിന്നീട് വിട്ടുപോയി. പക്ഷെ അവൾ വീണ്ടും എന്നെ വിളിച്ചു. അവളുടെ റിസൾട്ടിനെ പറ്റിയും കാശിയുടെ ബർത്ത്ഡേ പറ്റിയും ഒക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിന്ന് പോകാൻ തീരുമാനിച്ചത്. അവൾ റിസൾട്ടിൻ്റെ കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അമ്മാവൻ്റെ ഒപ്പം ഹോസ്പിറ്റലിലായിരുന്നു. ഇന്ന് അമ്മാവനൊരു മകളാണെന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ മുറപ്പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ കളിയാക്കി. വരുമ്പോൾ നിന്നെയും കൊണ്ടു ചെല്ലണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞ് ഓർമ്മിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒപ്പം കൂട്ടിയത്. ഇതൊക്കെ കേട്ടിട്ട് നിനക്കിതെല്ലാം ഞാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നുന്നോ? അവൻ ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി. പക്ഷേ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ശിവ. അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. അവർ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ, അവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് അയച്ചിരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് ടെഡി ബിയർ അയച്ച കാര്യങ്ങളൊക്കെ ശിവയോട് പറഞ്ഞു. ഇതൊക്കെ കാശിയേട്ടനും അവളും അറിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ആദ്യമായിട്ടും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല ശിവ, പക്ഷെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അവനോട് പറയണമെന്നുണ്ടായിരുന്നു. എൻ്റെ ചില സംശയങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ, അവളെ സ്നേഹിച്ചിരുന്നത് ഒക്കെ എനിക്ക് കാശിയോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. നിനക്കെന്നോട് ദേഷ്യമായോ? അവൻ സംശയത്താൽ ചോദിച്ചു. ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ആദ്യേട്ടനെ നാവിൽ നിന്ന് കേട്ടിട്ടില്ലേ. പക്ഷെ ആദ്യേട്ടന് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവൾ സങ്കടത്തിൽ കലർന്ന ഒരു പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. അവനതിനൊന്നും മിണ്ടാതെ അവളെ നോക്കി. പിന്നെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. അവൾ നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റിക്കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. കാശിയേട്ടാ, അവൻ്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്ന അവൾ അവനെ നോക്കി വിളിച്ചു. എന്താ പാറു? അതെ, സ്കൂട്ടി നാളെയാണോ കിട്ടുന്നേ? അവൾ സംശയത്തോടെ ചോദിച്ചു. അല്ല, മറ്റന്നാൾ, അവൻ പറഞ്ഞു. ആണോ? അവൾ വീണ്ടും ചോദിച്ചു. ആണല്ല, പെണ്ണ്. അവൻ ചിരിച്ചു. അയ്യ, ഒരു തമാശ. അവൾ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ആ ഡി, നിന്നെ ഇന്ന്, അവൻ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. ഇനി ചെയ്യൂല. അവൾ ചിരിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ രണ്ട് കൈകൾ മുകളിലേക്ക് വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ചു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രോമത്തിൽ ഇങ്ങനെ പിടിച്ച് വലിക്കരുതെന്ന്, അവൻ കപടദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ തമാശയ്ക്ക് ചെയ്തതല്ലേ? അവൾ കൊഞ്ചലോട് ചോദിച്ചു. ആണോ? എങ്കിൽ ഞാനും തമാശയ്ക്കൊരു കാര്യം ചെയ്യട്ടെ? അവൻ കുസൃതി ചിരിയോടെ പുരികം പൊക്കി.
എന്താ? അവൾ സംശയത്താൽ ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ബനിയനിടയിൽ കൂടി നഗ്നമായ വയറ്റിൽ കൈകൾ കൊണ്ട് തഴുകി. അവൾക്ക് ഇക്കിളിയാകാൻ തുടങ്ങി. അവൾ പൊട്ടിച്ചിരിച്ചു. കാശിയേട്ടാ വേണ്ട, എനിക്ക് ഇക്കിളിയാവുന്നു. അവൾ വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് അവൾ പൊളഞ്ഞു പൊങ്ങിയതും അവൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. കാശിയേട്ടാ മതി, വിട് പ്ലീസ്, അവൾ കൊഞ്ചി. ഇനി നീ എന്നെ വേദനിപ്പിക്കുമോ? അവൻ കപടദേഷ്യത്തോട് ചോദിച്ചു. ഇല്ല ഇല്ല, വേദനിപ്പിക്കൂല, അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു. സത്യമാണോ? അവൻ വീണ്ടും ചോദിച്ചു. സത്യം, ഇനി ഞാൻ ചെയ്യില്ല, അവൾ വീണ്ടും പറഞ്ഞു. അവൻ അവളെ ഇക്കിളിയാക്കുന്നത് നിർത്തി. അവന്റെ അനക്കമൊന്നും ഇല്ലാഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാശി. കാശിയേട്ടാ, അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി പുരികം പൊക്കി. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവൾ നാണത്തോടെ ചോദിച്ചു. എനിക്കെൻ്റെ കുഞ്ഞിനെ നോക്കിക്കൂടെ? അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. ഇങ്ങനെ നോക്കണ്ട, എനിക്ക് നാണം വരും. എന്തിനാ എൻ്റെ കുഞ്ഞ് നാണിക്കുന്നേ? അവൻ ഒരു കൈകൊണ്ട് അവളുടെ മുടികളെ മാടി ഒതുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു. ഇങ്ങോട്ട് നോക്കിക്കേ പാറു. അവൻ അവളുടെ മുഖം അവന് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. കാശിയേട്ടന് പാറുക്കുട്ടി ഗിഫ്റ്റ് തന്നില്ലേ, അതുപോലെ കാശിയേട്ടനും തിരികെ ഗിഫ്റ്റ് തരട്ടെ? അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. കണ്ണടയ്ക്ക്, അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിയോടെ കണ്ണുകൾ അടച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ അപ്പോഴും ചിരിച്ചുകൊണ്ട് അത് വാങ്ങി. അവൻ അവളുടെ മുകളിലേക്ക് പിടിച്ചിരിക്കുന്ന കൈകൾ വിട്ടുകൊണ്ട് താഴേക്കിറങ്ങി. അവളുടെ ബനിയൻ മുകളിലേക്ക് പൊക്കി വെച്ചുകൊണ്ട് അവൻ അവളുടെ നഗ്നമായ വയറിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ ബെഡ്ഷീറ്റിൽ പിടിച്ചുകൊണ്ടൊന്ന് മുകളിലേക്ക് പൊങ്ങി. അവളൊന്ന് മൂളിപ്പോയി. കാശിയേട്ടാ, അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. അവൻ വീണ്ടും അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പതിയെ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി. അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവനെ ചേർത്തു പിടിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൻ്റെ ചുംബനത്തിൽ അവൾ പതിയെ അലിഞ്ഞു തുടങ്ങി. ഒടുവിൽ അവൻ അവൻ്റെ ചുണ്ടുകളെ അവളിൽ നിന്നും വേർപെടുത്തുമ്പോൾ അവൾ കിതച്ചുകൊണ്ട് അവനെ മുറുക്കി പിടിച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കവിളിലും ചുംബിച്ചു. അന്ന് വൈകിട്ട് ശിവയുടെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. ആദ്യം അയാളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. അയാളെ വീട്ടിലാക്കിയിട്ട് തിരികെ പോകാൻ നിന്ന അവനെ അയാൾ വിളിച്ചു. എന്താ അമ്മാവ? അവൻ സംശയത്താൽ ചോദിച്ചു. നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം. മോൻ എന്തെങ്കിലും അസൗകര്യമുണ്ടോ? അയാൾ സംശയത്താൽ ചോദിച്ചു. അത് കേട്ടതും അവൻ ശിവയെ നോക്കി. ശിവയും അവനെ തന്നെ നോക്കുകയായിരുന്നു. അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മാവ, അമ്മയുമായിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അവൻ അയാളെ നോക്കി പറഞ്ഞതും അയാളൊന്ന് പുഞ്ചിരിച്ചു. അവൻ അവരോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. ഹാദിയേട്ടാ, അവൾ വിളിച്ചതും അവൻ നിന്നു. അത് ഹാദിയേട്ടന് സമ്മതമായിട്ട് തന്നെയാണോ? അവൾ സംശയത്താൽ ചോദിച്ചു. എനിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല ശിവ, അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ടിറങ്ങി. അവൻ പോകുന്നത് നോക്കി നിന്നു.